നമസ്കാരം. 1962 ചൈന ഭാരതത്തിനെ ആക്രമിക്കുവാനുണ്ടായ പ്രധാന കാരണം ജവഹർലാൽ നെഹ്റു ചെയ്ത മണ്ടത്തരങ്ങളായിരുന്നു. മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നെഹ്റുവും സംഘവും ചെയ്തു കൂട്ടി. ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചാൽ ഭാരതവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് ചൈന. 1000 കൊല്ലം പുറകോട്ട് പോയാൽ പോലും ഭാരതവും ചൈനയും യുദ്ധത്തിലേർപ്പെട്ട ഒരവസരം പോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കില്ല. ഭാരതത്തെക്കുറിച്ച് ലോകത്തിനോട് പറഞ്ഞത് ഫാഹിയാനും ഹുയാൻ സാങ്ങിനെയും പോലെയുള്ള ചൈനീസ് സഞ്ചാരികളാണ്. ചരിത്രപരമായി ഈ ബന്ധം നശിപ്പിച്ചെടുത്തത് നെഹ്റുവിന്റെ വിവേകശൂന്യമായ തീരുമാനങ്ങളായിരുന്നു. ഭാരതം ഒരിക്കലും ചൈനയുമായി അതിർത്തി പങ്കിട്ടിരുന്നില്ല. നമ്മൾ അതിർത്തി പങ്കിട്ടിരുന്നത് ടിബറ്റുമായിട്ടായിരുന്നു. ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. 1950 ചൈന ടിബറ്റിനെ ആക്രമിച്ച് അതിന്റെ ഭാഗമാക്കിയതോടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഇൻഡോ ചൈനീസ് ബോർഡറായിട്ട് മാറി. ചൈന ടിബറ്റിൽ അധിനിവേശം നടത്തിയപ്പോൾ ചൈനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നതാണ് നെഹ്റു ചെയ്ത ആദ്യത്തെ മണ്ടത്തരം. തങ്ങൾക്ക് വേണ്ടി UN സംസാരിക്കുവാൻ ടിബറ്റ് നെഹ്റുവിനോട് അപേക്ഷിച്ചു. അദ്ദേഹം അത് ചെയ്തില്ല. എന്ന് മാത്രമല്ല, ടിബറ്റിനെതിരെ UN വോട്ട് ചെയ്യുക കൂടി ചെയ്തു. ഭാരതത്തിനും ചൈനയ്ക്കും ഇടയിലെ അതിർത്തി നിർണ്ണയിക്കുന്ന ലൈനാണ് മെക്മഹാൻ ലൈൻ. 1914 ബ്രിട്ടീഷ് ഗവൺമെന്റ് വരച്ചതാണിത്. ഇതൊരു സർവേയിലൂടെ വരച്ചെടുത്ത ലൈനല്ല. ഭാവിയിൽ രണ്ട് രാജ്യങ്ങളും ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഒരു സർവേയിലൂടെ ഉറപ്പിച്ചെടുക്കേണ്ട ഒരു ലൈനാണ് മെക്മഹാൻ ലൈൻ. എന്നാൽ ഈ അതിർത്തി തർക്കം പരിഹരിക്കുവാൻ യാതൊരു താല്പര്യവും നെഹ്റു കാണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം കാട്ടിയ ആദ്യത്തെ മണ്ടത്തരം. അതിർത്തി തർക്കം പരിഹരിച്ചതിന് ശേഷം മാത്രമേ പഞ്ചശീൽ ഉടമ്പടി ഒപ്പുവെക്കാവൂ എന്ന് നമ്മുടെ നയതന്ത്ര വിദഗ്ധർ നെഹ്റുവിനെ അന്ന് ഉപദേശിച്ചതാണ്. അതൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. അതിർത്തി പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുവാൻ ചൈനയുടെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളും ഉണ്ടായി. 1960 ചൈനീസ് പ്രീമിയറും ഒരു സംഘവും ചർച്ചയ്ക്ക് വേണ്ടി ഭാരതത്തിൽ എത്തുക പോലും ചെയ്തു. അവരുമായി ചർച്ചയ്ക്കോ അവരുടെ നിർദ്ദേശങ്ങൾ പരിഹരിക്കുവാനോ നെഹ്റു യാതൊരു താല്പര്യവും കാണിച്ചില്ല. ഇതിനൊക്കെ പുറമെ ഏകപക്ഷീയമായി ഭാരതത്തിന്റെ അതിർത്തി സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നെഹ്റു ഒരു പുതിയ മാപ്പ് പുറത്തിറക്കി. എന്നിട്ട് ആ മാപ്പ് ലോകരാജ്യങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്തു. മാത്രമല്ല, തർക്ക പ്രദേശത്ത് നെഹ്റു കുറെ പോലീസ് ചെക്ക് പോസ്റ്റുകൾ പണിതു. ചെക്ക് പോസ്റ്റുകൾ പണിതെങ്കിലും അവിടെ നിന്നും ആളോ ആയുധമോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ചൈനയെ വെറുതെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഉപകരിച്ച കുറെ ചെക്ക് പോസ്റ്റുകളായിരുന്നു അത്. VK കൃഷ്ണമേനോൻ എന്ന മലയാളിയായിരുന്നു നെഹ്റുവിന്റെ ഡിഫൻസ് മിനിസ്റ്റർ. പൊതുവെ തന്നെ ധാർഷ്ട്യക്കാരനും എന്നാൽ ആ പദവിക്ക് വേണ്ട കഴിവുകൾ ഒന്നുമില്ലാതിരുന്ന കൃഷ്ണമേനോനെ പിടിച്ച് പ്രതിരോധ മന്ത്രിയാക്കിയതാണ് നെഹ്റു ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ മറ്റൊന്ന്. ചൈനീസ് യുദ്ധകാലത്തെ ഭാരതത്തിന്റെ പരാജയത്തിന്റെ മറ്റൊരു കാരണമായി പറയുന്നത് ആർമിയിലെ രാഷ്ട്രീയവൽക്കരണവും സ്വജനപക്ഷപാതവുമായിരുന്നു. ആ രീതിയിൽ ആർമി ഹൈക്കമാൻഡിലെത്തിയ പലരും നമ്മുടെ നാണംകെട്ട പരാജയത്തിന് കാരണമായി. ഈ ആരോപണം എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇനി അത് ശരിയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി നെഹ്റുവും പിന്നെ കൃഷ്ണമേനോനുമാണ്. 1962 ഒക്ടോബർ 12 ഒരു പ്രസ് മീറ്റിൽ നെഹ്റു പറഞ്ഞത് അതിർത്തിയിൽ നിന്ന് ചൈനയെ ഒഴിപ്പിക്കുവാൻ ഞാൻ ആർമിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ്. ഏതാണ്ട് 2 ദിവസത്തിന് ശേഷം ഒക്ടോബർ 14 ബാംഗ്ലൂരിൽ ഒരു കോൺഗ്രസ് മീറ്റിംഗിൽ വെച്ച് VK കൃഷ്ണമേനോനും ഇതുതന്നെ ആവർത്തിച്ചു. ഏതെങ്കിലും ഭരണാധികാരി മിലിറ്ററി ഓർഡർ ഇതുപോലെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറക്കുമോ? മാത്രമല്ല, ഒരു തയ്യാറെടുപ്പും അതിർത്തിയിൽ ചെയ്യാതെയാണ് ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഞ്ചശീലൊക്കെ ഒപ്പിട്ട 2 രാജ്യങ്ങളാണല്ലോ. അപ്പൊ ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കാമോ എന്ന് ആർമിയിലെ ഒരു ജനറൽ ഥാപ്പർ കൃഷ്ണമേനോനോട് ചോദിക്കുന്നുണ്ട്. അതിന് കൃഷ്ണമേനോൻ പറഞ്ഞ മറുപടി, ഇതൊക്കെ രാഷ്ട്രീയ പ്രസ്താവനകളാണ്, അത്ര കാര്യമാക്കണ്ട. ആക്ഷൻ 10, 100, 1000 ദിവസം കഴിഞ്ഞിട്ടെടുക്കാം. വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ഒരു പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണമാണിത്. നെഹ്റുവും കൃഷ്ണമേനോനും നടത്തിയ ഈ ലൂസ് ടോക്ക് ഒക്കെ മറ്റു രാജ്യങ്ങൾ കണ്ടത് നെഹ്റു യുദ്ധത്തിന് മുതിരുന്നു എന്ന രീതിയിലായിരുന്നു. ചൈനീസ് പത്രങ്ങൾ നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റിനെതിരെ മുഖപ്രസംഗം എഴുതി. മാവോ സേതുങ് അടക്കം നെഹ്റുവിനെതിരെ പ്രതികരിച്ചു. പക്ഷേ നെഹ്റുവിനും സംഘത്തിനും ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായില്ല. ചൈനയെ ആക്രമിക്കുമെന്ന് നെഹ്റു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. 1962 ഒക്ടോബർ 20 രാവിലെ 5 മണിക്ക് അപ്രതീക്ഷിതമായി ചൈനീസ് ആർമി ഇന്ത്യയെ ആക്രമിച്ചു. ചൈന ഒരു പ്രതിരോധവും ഇന്ത്യൻ സൈഡിൽ നിന്ന് നേരിട്ടില്ല. നെഹ്റുവിന്റെ പ്രസ്താവനയൊക്കെ കേട്ട ചൈനീസ് ആർമി കരുതിയത് ഒരു വലിയ പ്രതിരോധം ഇന്ത്യൻ അതിർത്തിയിൽ ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷെ അതിർത്തി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഏതാണ്ട് 160 മൈൽ അവർ ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറി. യുദ്ധം തുടങ്ങിയതിന് ശേഷം 2 പ്രാവശ്യം ഒക്ടോബർ 24 നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നെഹ്റുവിനെ അതിർത്തി പ്രശ്നം ചർച്ച ചെയ്യുവാൻ ക്ഷണിച്ചു. എന്നാൽ ഈ 2 പ്രാവശ്യവും നെഹ്റു അത് നിരസിച്ചു. ഫലമോ
38,000 സ്ക്വയർ കിലോമീറ്റർ നമ്മളുടെ ഭൂമി അവരെ അടിച്ചോണ്ട് പോയി. അതായത് കേരളത്തിന്റെ വിസ്തീർണമുള്ള ഭൂപ്രദേശം ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ്. ചൈനീസ് യുദ്ധത്തിന് ശേഷം നെഹ്റു രാജിവെക്കേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ കഴിവുള്ള മറ്റാരെങ്കിലും പ്രധാനമന്ത്രി ആയേനെ. ഒരുപക്ഷെ ഈ അതിർത്തി തർക്കം അദ്ദേഹത്തിന് പരിഹരിക്കുവാനും സാധിച്ചേനെ. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. നമ്മളുടെ പരാജയത്തിന്റെ കാരണം മനസ്സിലാക്കുവാൻ ഒരു എൻക്വയറി കമ്മീഷനെങ്കിലും നെഹ്റു നിയോഗിക്കേണ്ടതായിരുന്നു. അതുപോലും അദ്ദേഹം ചെയ്തില്ല. ഇതാണ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ നെഹ്റുവിന്റെ സംഭാവന. താങ്ക് യു സോ മച്ച്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിന് വരെ വന്ദേ മാതരം.